സോ നിങ്ങൾ കാണാൻ പോകുന്നത് ടോപ്പ് സ്ട്രാറ്റജിയാണ്. ടോപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ടോപ്പേഴ്സിന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നുമല്ല സാറ് പറയാൻ പോകുന്നത്. ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എന്തുമാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ കുഞ്ഞു വീഡിയോയിൽ സാറ് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഓരോ സബ്ജക്റ്റിലും 3 പോയിൻ്റൊക്കെ വെച്ചിട്ട് സാറ് പറയുള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് 98% മാർക്ക് ഉറപ്പാണ് മക്കളെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓരോ സബ്ജക്റ്റിലും. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ഓഫ് us ആർ ടെല്ലിങ് ദാറ്റ് നമ്മൾ എന്താ സ്വാഭാവികമായിട്ടും മാത്സ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റാണ്. മാത്സ് കുറച്ച് പറ്റാത്തൊരു, ഇപ്പോൾ മാത്സിൻ്റെ ബേസ് എടുത്തവർക്കാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് എടുത്തവർക്ക് കുറച്ച് ടഫ് ആവാനുള്ള ചാൻസ് ഈ കൊല്ലം ഉണ്ട്. സ്വാഭാവികമായിട്ടും മാത്സ് സ്റ്റാൻഡേർഡ് എടുത്തവർ ഇത് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ബേസ് എടുത്തവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എക്സാം. പക്ഷേ എനിവേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, മാത്സിന് നിങ്ങൾ നിർബന്ധമായിട്ടും എവറി ഡേ 1 hour വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ റെഡി ആയിരിക്കണം. മാത്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഇൻക്ലൂഡിങ് സൺഡേ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, 1 hour മാത്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കാത്തപ്പോൾ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി സോൾവ് ക്വസ്റ്റ്യൻ ഫ്രം NCERT. നിങ്ങളൊരു കാര്യം പഠിച്ചു മനസ്സിലാക്കി, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണണം. മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡയറക്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് NCERTയിൽ തന്നെ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, മാക്സിമം സോൾവ് ചെയ്യുക. എന്നിട്ട് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളൊരു കോൺസെപ്റ്റ് തറവായിട്ട് പഠിച്ചു വെക്കുക. ദെൻ R.D. ശർമ്മ, ഇനിയിപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ R.D. ശർമ്മയുടെ ഒരു ബുക്ക് സാറ് സജസ്റ്റ് ചെയ്യാണ്. അത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അത് ഓപ്ഷനിലായിട്ട് സാറോട് വെക്കുള്ളൂ. അത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക് NCERTയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടാവും. അത് തന്നെ ചെയ്താൽ തന്നെ ധാരാളം. ഇനി ഇൻ കേസ് ഒരു സ്റ്റെപ്പും കൂടെ അഹെഡ് ആവണം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് R.D. ശർമ്മയുടെ ബുക്ക് സാറോട് വെച്ചിട്ടുള്ളത്. ഇൻ കേസ് ഇനി അതും കൂടെ പറ്റില്ല സാർ, ഇനിയിപ്പോൾ R.D. ശർമ്മയുടെ ബുക്കൊന്നും വായിക്കാൻ സമയമില്ല, അത് പഠിക്കാൻ സമയമില്ല, ചെയ്യാൻ സമയമില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് കാണാം. നിർബന്ധമായിട്ട് എക്സാമിനറിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ലൈവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ് വാലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് പ്ലാറ്റ്ഫോംസ് നോർത്ത് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ദാറ്റ് ഇസ് ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കാണുന്നില്ല, നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നതിലാണ് കാര്യം. ഓക്കെ, സാർ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ മലയാളത്തിൽ തന്നെ കാണുക, മലയാളത്തിൽ പഠിക്കുക. അപ്പോൾ എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനൽ ലൈവ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് കാണാൻ എപ്പോഴും ശ്രമിക്കുക. കാരണം മലയാളത്തിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. നമ്മളെ ടീച്ചേഴ്സാണ്, നമുക്ക് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആവാൻ ചാൻസ് ഉണ്ട് കമ്പയറിങ് ടു ഹിന്ദി ചാനൽസ്. ഓക്കെ, റെഡി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും കൂടെ നിങ്ങൾക്ക് മാത്സിൻ്റെ കാര്യത്തിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് നോക്കേണ്ടത് സയൻസിൻ്റെ കേസിലാണ്. സയൻസിൻ്റെ കേസിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റാണ്. അപ്പോൾ കോൺസെപ്റ്റ് എങ്ങനെയാണ് സാർ, നിങ്ങൾ ആദ്യം തന്നെ NCERTയിലേക്ക് പോകാതെ ഒരു ചാപ്റ്റർ എടുക്കുക. ഇപ്പം ജെനറ്റിക്സ് ആണെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കറിയില്ല, ബയോളജി, കെമിസ്ട്രി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ചാപ്റ്റർ എടുക്കുക. ചാപ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, യൂട്യൂബ് ക്ലാസ് കാണുക, അല്ലെങ്കിൽ ആ യൂട്യൂബ് ക്ലാസ്സുമായി, അല്ലെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക് അടിച്ചു കൊടുക്കുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, NCERTയിലേക്ക് പോവാം. നോക്കിക്കുക, ഇവിടെ സാർ ആദ്യം യൂട്യൂബ് ക്ലാസ് വെച്ചിട്ടുണ്ട്, അത് മസ്റ്റാണ്. നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണുക, കാരണം 1 ഷോട്ടിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, NCERTയിൽ ആ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോവുക. ദെൻ സാർ ഇവിടെ കുറച്ച് എക്സ്ട്രാ റെഫറൻസ് ബുക്ക് വെച്ചിട്ടുണ്ട്. ദിനേശ് പബ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ സയൻസ് പേപ്പേഴ്സിനും സാർ കണ്ടിട്ടുള്ളത് ദിനേശ് പബ്ലിക്കേഷൻസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് സാർ കണ്ടിട്ടുണ്ട്. ദെൻ NCERT എക്സാംപ്ലർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എക്സാംപ്ലർ പഠിച്ചു കഴിഞ്ഞാൽ, എക്സാംപ്ലറിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിടിലമാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ നോക്കുക. ഓക്കെ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം സയൻസിൻ്റെ കാര്യത്തിൽ സയൻസിൻ്റെ അപ്രോച്ച് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ സിമ്പിളായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കോൺസെപ്റ്റ് എന്താണെന്ന് ഒരു വീഡിയോയിലൂടെ കാണുക. ഓക്കെ, അത് യൂട്യൂബ് ക്ലാസ് ആയിക്കോട്ടെ, എക്സാമിനറിൻ്റെ യൂട്യൂബ് ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിക്കോട്ടെ, ആദ്യം കോൺസെപ്റ്റ് ക്ലിയറിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, NCERTയിലേക്ക് മൂവ് ഓൺ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഉറപ്പായിട്ട് ഉണ്ടാവണം കേട്ടോ. ഇനി വെൻ ഇറ്റ് കംസ് ടു SST, നമ്മുടെ സോഷ്യലിൻ്റെ കേസിലാണെങ്കിൽ സോഷ്യലിൻ്റെ കേസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ ഇവിടെയും സാറ് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ക്ലാസ് കാണുക എന്നുള്ളതാണ്. യൂട്യൂബ് ക്ലാസ് നിങ്ങളൊരു കഥ പോലെ കേൾക്കുക, അല്ലെങ്കിൽ ഒരു സംഭവം എന്താണെന്ന് വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബ് ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയാണോ ഓക്കെ എങ്കിൽ ഹിന്ദി ചാനൽ കാണുക. ഇപ്പം സാർ എപ്പോഴും പറയും നിങ്ങൾ മലയാളത്തിൽ തന്നെ കാണുക. മലയാളത്തിൽ ചാനൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ കോൺസെപ്റ്റ് എന്താ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ ഭാഷയിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനറിൻ്റെ ചാനലിൽ ലൈവ് ഹരിസാർ അടിക്കുക, സോഷ്യൽ എടുക്കുക. അപ്പോൾ ലൈവുകൾ ഒരുപാട് 1 ഷോട്ട് ലൈവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കണ്ടുവെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ റീഡ് NCERT.
അതിനുശേഷം മാത്രം നിങ്ങൾ NCERT വായിക്കുക. സാർ ഇപ്പോഴും പറയണം, ആദ്യം തന്നെ കയറി NCERT നിങ്ങൾ വായിക്കാതിരിക്കുക, നിങ്ങൾക്ക് ഒരു തേങ്ങ മനസ്സിലാവാൻ പോകില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT ആദ്യം വായിക്കാതെ ആ കോൺസെപ്റ്റ് എന്താണെന്ന് യൂട്യൂബ് ക്ലാസ് ഒന്ന് കണ്ട് 1 ഹവറിലൊക്കെ ഒരു ചാപ്റ്റർ തീർന്നായിരിക്കും, അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് മാത്രം NCERT പോവുക. NCERT പോകുമ്പോൾ NCERTയിൽ മാത്രമാവുക പിന്നെ. ഓക്കെ, അപ്പോൾ സാർ ഇത്രേ പറയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം കണ്ടു, ക്ലാസ് കണ്ടു, NCERT വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് മിനിമം ഒരു 3 തവണയെങ്കിലും വായിച്ചിട്ട് മാത്രമേ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂട്യൂബ് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ. ഓക്കെ, മിനിമം 3 തവണയെങ്കിലും നിങ്ങൾ ഒരു ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിരിക്കണം. ഒരു ചാപ്റ്ററാണ്, ടെക്സ്റ്റ് ബുക്ക് അല്ല സാർ പറയുന്നത്, ഒരു ചാപ്റ്റർ നിങ്ങൾ മിനിമം 3 വട്ടമെങ്കിലും വായിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ ചാപ്റ്ററും മിനിമം 3 വട്ടമെങ്കിലും വായിച്ചിരിക്കണം. നിങ്ങൾ വിചാരിക്കും സാർ ഒരു ടെക്സ്റ്റ് ബുക്ക് 3 വട്ടം വായിക്കാൻ ഉദ്ദേശിക്കും, ഒരു ചാപ്റ്റർ 3 വട്ടം വായിക്കുക, രണ്ടും ഒന്ന് തന്നെയാണല്ലോ സാർ. യെസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഉദ്ദേശിക്കുന്നത്, ഒരു ചാപ്റ്റർ 3 വട്ടം മിനിമം വായിച്ചിട്ട് മാത്രം തിരിച്ചെന്ത് ചെയ്യുക, യൂട്യൂബ് ക്ലാസ് കാണാൻ വരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുക. ഇവിടെ ഒന്നും സാർ റെഫറൻസ് ബുക്ക് ഒന്നും പറയുന്നില്ല, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ റെഫറൻസ് ബുക്കിൻ്റെ ഒരു കാര്യമില്ല. യൂട്യൂബ് ക്ലാസ് തന്നെ നിങ്ങൾക്ക് മോർ ദാൻ ഇനഫാണ്. ഇനി കൂടുതൽ നിങ്ങൾക്ക് PYQയും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ റെഫറൻസ് ബുക്കിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. NCERT പ്ലസ് യൂട്യൂബ് ക്ലാസ്, ദാറ്റ്സ് ഇറ്റ്. SST വിൽ ബി കവർ ഫോർ ദാറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലാംഗ്വേജസിൻ്റെ കേസിലാണോ സാർ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മറ്റ് സാൻസ്ക്രിറ്റ്, ഒരുപാട് ഭാഷകൾ വേറെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചു നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ സ്റ്റോറീസും നോവൽസൊക്കെ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചു നോക്കുക. മലയാളത്തിൻ്റെ കേസിലും സെയിം, ഹിന്ദിയുടെ കേസിലും സെയിം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതാണ് ലാംഗ്വേജസിൻ്റെ കാര്യം ചെയ്യാനുള്ളത്. അപ്പോൾ ലാംഗ്വേജസിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ലൈവും കാര്യം കൂടെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പോകാവുന്ന ഒരു കാര്യമുള്ളൂ. ഇനി ഇംഗ്ലീഷിൻ്റെ കേസിലും ബാക്കിയുള്ള ലാംഗ്വേജിൻ്റെ കേസിലേക്ക് ഈ ഗ്രാമറിൻ്റെ കേസിൽ എന്ത് ചെയ്യും സാർ? ഗ്രാമറിന് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ടാവും യൂട്യൂബിൽ. സാർ എപ്പോഴും പറയുകയാണ്, നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് വായിച്ച് ഗ്രാമർ പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരാൾ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്താണ് ഗ്രാമർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പരീക്ഷയ്ക്ക് ഗ്രാമർ കുറച്ചുകൂടി എളുപ്പമാവും. നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ക്ലാസ് കാണുക എന്നുള്ളതാണ് ഒരു ഓപ്ഷനായിട്ട് സാർ മുന്നോട്ട് വെക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ നോട്ടാണ്. നിങ്ങളൊരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് എടുക്കുന്ന ഷോർട്ട് നോട്ട് അല്ലേ, നിങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഷോർട്ട് നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ നോട്ട് നിങ്ങളുടെ റിവിഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ്ഫുൾ ആക്കുക. അതേപോലെ തന്നെ PYQs സോൾവ് ചെയ്യുക. അപ്പോൾ ഈ 2 പോയിൻ്റാണ് ലാസ്റ്റ്. ഈ PYQ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു പേപ്പർ എടുക്കുന്നു, ഒരു SSTയുടെ പേപ്പർ എടുക്കാമെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്നു, നിങ്ങൾ ഇരിക്കുന്നു, ഒരു 3 മണിക്കൂർ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. വേറെ ഫോൺ, TV, അപ്പുറച്ചേട്ടൻ്റെ വീട്ടിലെ ഒന്നും സംസാരിക്കരുത്, ഒന്നും അതിലേക്ക് ശ്രദ്ധ പോകരുത്. നിങ്ങൾ മിനിമം 3 അവർ PYQ സോൾവ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുക. ആ സോൾവ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ കളയാതിരിക്കുക. നിങ്ങളുടെ പരീക്ഷ ടൈം ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള സോൾവ് ചെയ്ത പേപ്പർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സാറ് പറയണത് നിങ്ങളുടെ ആൻസർ മാത്രം വായിച്ചു നോക്കാനല്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ഏതാണോ സോൾവ് ചെയ്യാൻ എടുത്തത്, പ്രീവിയസ് ഇയർ ഏത് ക്വസ്റ്റ്യൻ ആണോ എടുത്തത്, അതൊന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ അടക്കം. ഓക്കെ, അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫെമിലറൈസ് ആവാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിനൊക്കെ മുന്നേ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് മക്കളെ നിങ്ങൾക്ക് 98% മാർക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. ഓക്കെ, റെഡി? അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയാക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഹരിസാർ ഇനിയും വരുന്നതായിരിക്കും. ഹരിസാറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം, അടിപൊളിയാക്കാം. നമുക്ക് ഇനി കാണാം. ബൈ ബൈ.